ഹരി ഓം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. 28ാമത്തെ ശ്ലോകം കഴിഞ്ഞു. നമ്മുടെ വർദ്ധനോ വർദ്ധമാനശ്ച വിയുക്ത ശ്രുതിസാഗര അത് കഴിഞ്ഞു. അപ്പം നമ്മൾ 29ഉം 30ഉം നാമം ശ്ലോകങ്ങളിൽ ചെല്ലാം. സുഭുജോ ദുർധരോ വാഗ്മി മഹേന്ദ്രോ വസുദോ വസു നൈകരൂപോ ബൃഹത് രൂപ ശിബിവിഷ്ടപ്രകാശന ഓജസ്തേജോദ്യുതിധര പ്രകാശാത്മാ പ്രതാപന വൃദ്ധസ്പഷ്ടക്ഷരോ മന്ത്ര ചന്ദ്രാംശുർഭാസ്കരദ്വിതി. ഇന്ന് നമ്മൾ കാണുന്ന നാമം 265 സുഭുജ. നല്ല ഭുജങ്ങൾ ഉള്ളവൻ, നല്ല കൈകളുള്ളവൻ, മനസ്സിലായില്ലേ? അതിഭംഗിയായ കൈകളോട് കൂടിയവൻ സുഭുജ. ജഗത്തിൻ്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന കൈകൾ അഭയവും തരുന്നു, വരവും നൽകുന്നു. ആ വിഷ്ണു ആ രൂപം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിത്രീകരണം ശംഖചക്രം ഗദാപത്മം എന്നിവ 4 കൈകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ജാഗരൂകനായി ജഗത്തിനെ സംരക്ഷിക്കുന്നത് സദാസമയത്തും എന്താ പറയുക, ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ ഈ ജഗത്തിനെ, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ ഭഗവാൻ തന്നെ സ്വയം സംരക്ഷിക്കുന്നത് ഈ ചതുർവിധ ബാഹു ശംഖചക്രം ഗദാപത്മമായിട്ടുള്ള സ്വരൂപം കൊണ്ടാണ്. ഇതിൽ ശംഖ എന്ന് പറയുന്നത് ആഹ്വാനത്തിൻ്റെ, ശംഖുനാദം ആഹ്വാനാണ്. ഗദ പ്രഹരാണ്. ചക്രം സംഹാരാണ്. പത്മം ശാന്തി, ലിബറേഷൻ, മോക്ഷം. ഇതാണ് അതിൻ്റെ അതിൻ്റെ സിംബോളിസം. അപ്പോൾ ശംഖധ്വനി കേട്ട് ആ ശംഖധ്വനി കൊണ്ട് മാത്രം പത്മത്തിൽ വിലയം പ്രാപിച്ചാൽ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശാന്തി കിട്ടും. ജീവൻ മുക്തി, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി കിട്ടും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിന് ശാന്തി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടണം. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ്യൂമസ് റിവാർഡ് കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പോൾ ശംഖധ്വനി കേട്ട് ആ ധ്വനിയിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കി നമ്മൾ പത്മത്തിൽ വിലയം പ്രാപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശാന്തി കിട്ടുമെന്ന് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ള 2 കയ്യിലുള്ള സാധനങ്ങൾ എടുത്ത് പ്രയോഗിക്കേണ്ടി വരില്ല. ചക്രവും എന്താ പറയുക ഗതിയൊന്നും എടുക്കേണ്ടി വരില്ല. ശംഖ് വിളിച്ച് യെസ് ഫസ്റ്റ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ സെക്കൻഡ് ബെല്ല് തേർഡ് ബെല്ലിൻ്റെ ആവശ്യമില്ല. എല്ലാവരും എത്തി ക്ലാസ്സിൽ.
അതുപോലെ ശംഖുധ്വനി കേട്ടിട്ട് മനുഷ്യാണാം സഹസ്രേഷു, കുറച്ച് ആൾക്കാർ 1000-ൽ-1 ശംഖുവിളി കേട്ടിട്ട് നേരെ ചെല്ലും. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നേരെ അവർ ശാന്തി അനുഭവിക്കുന്നു. അഥവാ ശംഖുധ്വനി കേട്ടിട്ട് പിന്നെയും നമ്മുടെ പരിപാടിയിൽ തന്നെയാണ് തുടരാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രഹരം ഗത കൊണ്ടൊന്ന് കിട്ടും, മണ്ടയ്ക്ക് ഒരു കൊട്ട്. എന്നോടല്ലേ ഞാൻ പറഞ്ഞേ എന്ന് ചോദിച്ചിട്ട് കൊട്ട് കൊടുക്കും. അത് കിട്ടിയാലെങ്കിലും ഒന്ന് പൽപ്പത്തിലേക്ക് പോകാനുള്ള മനസ്സുണ്ടായാൽ മതി. ഓ, ശംഖു വിളിച്ച് ഞാൻ പോയില്ല, അതുകൊണ്ടാവും തലയ്ക്ക് പൊത്തൊരു കൊട്ട് വീട്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് ലേൺ എ ലെസൺ ഫ്രം ദാറ്റ്. മനസ്സിലായില്ലേ? ദാറ്റ് ഇസ് ഭഗവാന്റെ 2ാമത്തെ സ്റ്റെപ്പ്. അത് കരയ്ക്കൊരു കൊട്ട് കിട്ടും. എന്നാലെങ്കിലും ഒന്ന് പോ, ഇനിയുള്ള കാലെങ്കിലും ശാന്തിയായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കുറേ പോയി, എൻ്റെ 3/4 ഭാഗവും പോയി, ഇനി 1/4 ഭാഗം ആയുസേ ഉള്ളൂ. ഈ ആയുസിലെങ്കിലും ഒന്ന് ശാന്തിയായിട്ട് കഴിയുക. പത്മം അതാണ് പ്രദാനം ചെയ്യുന്നത്, ശാന്തി, മനസ്സമാധാനം, മോക്ഷം. മോക്ഷം മീൻസ് വാട്ട്? മോക്ഷം ഫ്രം സംസാർ, ഈ ചിന്തകളിൽ നിന്നുള്ള ലിബറേഷൻ, അഹങ്കാരത്തിൽ നിന്നുള്ള ലിബറേഷൻ, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളിൽ നിന്ന് ഈഗോസെൻട്രിക് ഡിസയേഴ്സ് ഒന്നും ഇല്ലാതെ ജീവിതം നയിച്ചു പോകുമ്പോഴുള്ള മനഃശാന്തി. അതാണ് ആവശ്യം. ഗത കിട്ടിയിട്ടും ഗത കൊണ്ട് അടി കിട്ടിയിട്ടും പറ്റാത്ത ചില അമ്പമാരുണ്ടാവും. അത് തലേന്ന് തുടച്ചിട്ട് പോണവരുണ്ടാവും. അവർക്ക് പിന്നാലെ ഒരു സംശയവും വേണ്ട, ചക്രം വരും, പ്രഹരം വരും. ചക്രം വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല, പിന്നെ അവനെയും കൊണ്ടേ പോവും. പക്ഷെ അവർക്കപ്പോൾ ജീവിതകാലം മുഴുവൻ ശാന്തി ഉണ്ടാവില്ല, മരിച്ചതിൻ്റെ ശേഷം മോക്ഷം കിട്ടും ചെയ്യും. അങ്ങനെ ഒരു ജീവിതം വേണമെങ്കിൽ അങ്ങനെയാവാം. പക്ഷെ എന്തെല്ലാം യാതനകൾ അനുഭവിക്കണം, ആവശ്യമില്ലാത്ത യാതനകൾ എന്തെല്ലാം അനുഭവിക്കണം. അതൊക്കെ അനുഭവിച്ചിട്ട് അവസാനം ഇങ്ങനെ ഒരു മരണം കിട്ടി, അത് കഴിഞ്ഞ് പിന്നെ ശാന്തി കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനത്തെവർക്ക് അതും ആവാം. അപ്പോൾ അങ്ങനത്തെവർക്ക് മരണാനന്തരമുള്ള ബഹുമതിയാണ് ഈ ശാന്തി എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ സുഖം കിട്ടില്ല അവർക്ക്. സ്ഥലം കാലിയാക്കിയിട്ട് ശാന്തി കിട്ടിയിട്ട് എന്ത് കാര്യം? നമ്മളിവിടെ ജീവിക്കുമ്പോഴേ നമുക്ക് ശാന്തി അനുഭവിക്കാൻ പറ്റുള്ളൂ, മറ്റെന്ത് ശാന്തി അനുഭവിക്കാനാണ്? എറുമ്പ് പഞ്ചസാരയുടെ മുകളിൽ ഇരുന്നിട്ട് പഞ്ചസാര തിന്നുമ്പോഴല്ലേ പഞ്ചസാരയുടെ ആസ്വാദനം ഉറുമ്പിന് കിട്ടുള്ളൂ. എറുമ്പ് പഞ്ചസാരയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ആസ്വദിക്കാനാ? ജീവിക്കുമ്പോൾ നമ്മൾ മനഃശാന്തിയോടുകൂടി ജീവിക്കാനുള്ള പ്രക്രിയയാണ് നമുക്ക് വേണ്ടത്. അതൊന്നുകിൽ ശംഖിൻ്റെ ആഹ്വാനം കേൾക്കുക, അല്ലെങ്കിൽ ഗദയുടെ ഒരു പ്രഹരം കൊള്ളുക. ഇത് രണ്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൂർത്തിയൊന്നുമില്ല, വേറെ 3ാമത്തെ വഴി ആകെ സിദ്ധി കൂടിലേ ഉള്ളൂ. അങ്ങനെ ചക്രത്തിൻ്റെ ഒരു പ്രഹരം കിട്ടുന്നതും ഭഗവാന്റെ അനുഗ്രഹം വേണം, ഇല്ലെങ്കിൽ അതും കിട്ടില്ല. സംസാര സാഗരത്തിൽ ഇങ്ങനെ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഉഴലേണ്ടി വരും. ഈ ചക്രം കൊണ്ട് മരിക്കുന്നത് തന്നെ പൂർവജന്മ സുഹൃതാണ്. രാവണൻ, കംസൻ, ശിശുപാലൻ, ഇവരൊക്കെ ഭഗവാന്റെ ചക്രം കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരത്ര പുണ്യവാന്മാരെ. എന്തോ ഒരു ശാപവശാൽ ഒരു ചെറിയൊരു പ്രഹരം ചെയ്ത് വിരോധഭക്തിയായിട്ട് സദാസമയത്തും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരുന്ന് ആവുന്നതും വേഗം അങ്ങോട്ട് എത്തിയാൽ മതി എന്നുള്ള ധാരണ അവർക്കൊക്കെ മനസ്സിലായി. അപ്പോൾ അത് ചക്രം ഒരു നിമിത്തമായിട്ട് മാറുകയാണ് അർത്ഥം. പക്ഷേ ഏതായാലും ശംഖുധ്വനി കൊണ്ട് കേട്ട് ശംഖുനാഥം കേട്ടതിൻ്റെ ശേഷം മനസ്സ് മാറ്റുക എന്നുള്ളതാണ് ഉത്തമമായിട്ടുള്ള വഴി. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ജീവൻ മുക്തിയിൽ ശാശ്വതം കിട്ടിയിട്ട് എന്താ കാര്യം? ഉള്ളൊരു പാടും ചത്ത ശവമതിൽ ചാർത്തീന പൂമാല എത്ര മേൽ ഗ്രാണിപ്പൻ ശക്തമാകും. ചത്ത് കഴിഞ്ഞ് ചത്ത ശവത്തിൻ്റെ മുകളിൽ പൂമാല ചേർത്തിട്ട് ആർക്ക് മണക്കാനാകുമെന്ന് പറയുന്നത്? ചത്ത ശവമതിൽ ചാർത്തീന പൂമാല എത്ര മേൽ ഗ്രാണിപ്പൻ ശക്തനാകും.
അതുകൊണ്ട് നമ്മുടെ നന്മുഖം കാട്ടുന്ന കണ്ണാടി നമ്മുടെ പണിതാൻ എന്തിടേണം. എൻ്റെ മുഖം കാട്ടുന്ന കണ്ണാടി എൻ്റെ മുഖം കാട്ടുന്ന കണ്ണാടി എൻ്റെ കയ്യിൽ തന്നെ വയ്ക്കണ്ടേ? അത് വേറെ എവിടെയെങ്കിലും കണ്ണാടി കൊണ്ട് കൊടുത്താൽ ഞാനെങ്ങനെയാണ് കാണുക? അപ്പോൾ നമ്മുടെ കഴിവും നമ്മുടെ പ്രലാപവും എല്ലാം മനഃശാന്തിയായിട്ട് ഞാൻ അനുഭവിക്കണം. മനഃശാന്തിയോടുകൂടി ഞാൻ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മരണം കഴിഞ്ഞതിൻ്റെ ശേഷം ശാന്തി കിട്ടിയിട്ട് എന്താ കാര്യം? ജീവിക്കുമ്പോൾ തന്നെ ശാന്തി കിട്ടണ്ടേ? ജീവൻ മുക്തനാകണ്ടേ ഞാൻ? അതാണെന്ന് പറയുന്നത്. എനിവേ അത് ഏതാ വേണ്ടത് നമുക്ക് തിരഞ്ഞെടുക്കാം. അത് 4 പ്രധാനം ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഭഗവാന്റെ ശാസനകൾ, ശാസിക്കുന്ന കൈകൾ നമ്മളെ രക്ഷിക്കുകയും ചെയ്യും, അതേ സമയത്ത് വേണ്ട പോലെ സ്വല്പം ഒരു ശിക്ഷയും നടത്തും. ഈ കുമ്പാരന്മാർ കലുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? മണ്ണൊക്കെ കുഴച്ചിട്ട് ആ മണ്ണൊക്കെ ഒന്ന് വെറ്റ് മണ്ണൊന്ന് ചൂടാക്കിയിട്ട് അതിനെ അടിച്ചു കഴിഞ്ഞാൽ ആ പാകത്തിൽ ഷേപ്പിൽ വരത്തക്ക രീതിയിൽ മണ്ണൊന്ന് ചൂടാക്കും. ആദ്യം ഒന്ന് വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞ് മണ്ണൊന്ന് ചൂടാക്കി ആ ചൂട്ടത്ത് പ്രഹരം തന്നെയാണ് കുമ്പാരൻ്റെ കൈ കൊണ്ടേ ഇതിന്, ഈ മണ്ണിന് ആ അടിയാണ്. അതിനൊരു പ്രത്യേകത ഒക്കെ ഉണ്ട്. അതിന് പറയാം, അടിക്കാൻ മണ്ണുകൊണ്ട് മരത്തിൻ്റെ സാധനമുണ്ട്, മണ്ണിട്ട് കൊണ്ടോട്ടി അങ്ങനെ അടിക്കും. പ്രഹരം തന്നെയാണ് മണ്ണിന്. പക്ഷേ ഒരു വലത്തെ കൈ കൊണ്ട് ആ കുമ്പാരൻ മണ്ണിനെ പ്രഹരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ആരും കാണാതെ മറ്റേ കൈ, ഇടത്തെ കൈ താഴ്ത്തുനിന്ന് താങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ താങ്ങിയില്ലെങ്കിൽ അതാകെ മണ്ണ് പൊടിഞ്ഞു പോകും. ആ താങ്ങണം, ആ ഷേപ്പ് വരാൻ അത് താങ്ങണം. അപ്പോൾ ഒരു താങ്ങലും കൊടുക്കുന്നുണ്ട്. ആ താങ്ങലാരും കാണില്ല, നമ്മൾ പ്രഹരിക്കുന്നതേ കാണുള്ളൂ. അപ്പോൾ ഓരോ പ്രഹരത്തിൻ്റെ അടിയിലും ഭഗവാന്റെ ഓരോ കൈ നമുക്ക് താങ്ങലുണ്ടെന്ന് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ശാസിക്കുന്ന കൈകൾ രക്ഷിക്കുകയും ചെയ്യും നമ്മളെ. കൗന്ദേയ പ്രതിജാനാമി നമേ ഭക്ത പ്രണശ്യതി എന്നില്ലേ? ഭഗവാന്റെ അഭയഹസ്തം ഉള്ളപ്പോൾ എന്തിനെ നമ്മൾ പേടിക്കണം? ഈ സുദർശനം കൊണ്ട് വേറൊരു കാര്യമുണ്ട്. അത് സംഹരിക്കാൻ മാത്രമല്ല, രക്ഷിക്കാനും ഉപയോഗിക്കും. ഭഗവാന്റെ സുദർശനം ഓരോ പരമഭക്തൻ്റെ ചുറ്റും കണ്ണിമ ചീമാതെ രാവും പകലും ചുറ്റിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഭക്തന് പറ്റുണ്ടോ എന്ന് ചോദിച്ചിട്ട് 24 hour പോസ്റ്റിംഗ്, ഒരു സെക്യൂരിറ്റി ഗാർഡൻ വെച്ച പോലെ അങ്ങനെ നമ്മുടെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ഇൻറ്റൻസിറ്റി ഓഫ് ഭക്തി. ഭക്തനെ നാശം വരാൻ പാടില്ലല്ലോ, എന്ത് രീതിയിലായാലും. നമേ ഭക്ത പ്രണശ്യതി, ഭഗവാൻ സത്യം ചെയ്തിട്ടുള്ളതല്ലേ. എൻ്റെ ഭക്തൻ നശിച്ചിടാ, അർജുനോട് വാക്ക് കൊടുത്തിട്ടുള്ളതാ. അപ്പോൾ നശിക്കില്ലല്ലോ. നശിക്കാണ്ടിരിക്കണമെങ്കിൽ ഡിസ്ട്രക്ഷൻ ഫോഴ്സസ് വരാണ്ടിരിക്കാൻ നോക്കണ്ടേ? വേലി കെട്ടണ്ടേ? 4 പുറവും ചുറ്റിലും മുൾവേലി കെട്ടിയോനേ. നമ്മുടെ വിള നശിക്കാണ്ടിരിക്കാൻ ചുറ്റും മുൾവേലി കെട്ടണ്ടേ? ആ മുൾവേലി കെട്ടുന്നതാണ് ഭക്തന്മാരുടെ ചുറ്റും നടക്കണ സുദർശന ചക്രം. അങ്ങനെ അവരെവിടെ പോയാലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതെവിടെ കാണില്ല, അദൃശ്യമാണത്. നിങ്ങളെ കാണിച്ചിട്ടല്ല ഭഗവാൻ നിങ്ങളെ രക്ഷിക്കണത്. മനസ്സിലായില്ലേ? ആകപ്പാടെ നിങ്ങൾക്ക് വേണ്ടത് ആ വിശ്വാസമാണ്. ഈശ്വര വിശ്വാസം പോരാ, ഈശ്വരനിൽ വിശ്വാസം വേണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ എൻ്റെ ചെയ്യുന്ന കർമ്മങ്ങളും ഞാൻ പ്രകടിപ്പിക്കുന്ന ഭക്തിയും എനിക്കറിയാം ആ ഭക്തിയുടെ ഇൻറ്റൻസിറ്റി എത്രയുണ്ടെന്ന്. എത്രത്തോളം എൻ്റെ മനസ്സ് പക്വത വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി ഗാർഡിനെ വെച്ച് തരാനുള്ള അർഹത എനിക്കുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും ഇത് വെച്ച് തരും, യാതൊരു സംശയമില്ല. അതുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പേടിക്കണ്ട. ഞാൻ താഴ്ത്തിട്ടില്ല ഭഗവാൻ. അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ നുള്ളും പിച്ചും മാന്തും ഒന്ന് വളയ്ക്കാൻ നോക്കും, അല്ലാണ്ട് ഒടിച്ചിടില്ല. അതിന് പ്രാഥമികമായിട്ട് വേണ്ടത് ഈശ്വര വിശ്വാസം മാത്രം പോരാ, ഈശ്വരനിൽ വിശ്വാസം വേണം. സംശയം പ്രകടിപ്പിച്ചാൽ പോയി. സംശയാത്മാ വിനശ്യതി, സംശയാത്മൻ നശിച്ചിടും.
ഭഗവാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, സംശയാത്മാ വിനശ്യതി. എന്നിൽ സംശയം തോന്നിയവരാർക്കും പിന്നെ നാശമില്ലാണ്ടിരിക്കില്ല, ഒക്കെ നശിക്കുള്ളൂ. എന്നിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമേ ഭക്ത പ്രണശ്യതി, അവനെ ഞാൻ രക്ഷിക്കും. വിശ്വാസം ഇല്ലെങ്കിലോ സംശയാത്മാ വിനശ്യതി. ഭഗവാന്റെ നാമം ഉരുവിട്ടാൽ പോരാ, പ്രവൃത്തിയിൽ, ജീവിതത്തിൽ ഭഗവാനെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്ത്? ഭഗവാനിൽ എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന്. അതെങ്ങനെയാണ് നമ്മൾ ബോധ്യപ്പെടുത്തുക? നമ്മളുടെ കർമ്മത്തിൽ, നമ്മളുടെ മാനസിക അവസ്ഥ. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ടെൻഷൻ, എപ്പോൾ നോക്കിയാലും മനസ്സിലൊരു വ്യാകുലത. അതങ്ങനെ സംഭവിക്കുമോ, ഇതിങ്ങനെ സംഭവിക്കുമോ, മറ്റേതാവോ മറിച്ചതാവോ. എന്തിന് സംഭവിക്കും? എന്ത് സംഭവിക്കും? ആരാ നിങ്ങളുടെ കൂട്ടിനുള്ളത്? വിശ്വാസമില്ല. വിശ്വാസമില്ലെങ്കിൽ വ്യാകുലപ്പെട്ടോളൂ. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ അതാണ് സുഭുജ എന്ന് പറയുന്നത്. രക്ഷിക്കുന്ന കൈകൾ സദാസമയത്തും നമ്മളുടെ കൂടെ ഉണ്ട്, സദാസമയത്തുണ്ട് നമ്മളുടെ കൂടെ. സ്വയം നശിക്കാനാ പുറപ്പെടുന്ന വെച്ചാൽ ആർക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നോക്കിയാലും സംശയം, ഇപ്പോൾ നോക്കിയാലും ഭഗവാൻ ചതിക്കോ, ഇതൊക്കെ സംഗതിയൊക്കെ ശരിയാണ്, പുരാണത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നാലും നമ്മുടെ കാര്യം വരുമ്പോൾ ഭഗവാൻ ഒന്ന് പിന്നാക്കം നിൽക്കുമോ? എന്തിന് പിന്നാക്കം നിൽക്കണം? ആരുടെ കുറ്റ? സംശയം വെച്ച് പുലർത്തുന്നത് ആരുടെ കുറ്റമാണ്? ഭഗവാനോടുള്ള സംശയം എന്തിന്? ആരെയും നിങ്ങൾ സംശയിക്കണം? അപ്പം അത് പൂർണ്ണമായിട്ടും നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. ഭഗവാൻ റെഡിയാണ് രക്ഷിക്കാനും, സദാസമയത്തും രക്ഷിക്കാനും എല്ലാം ഭഗവാൻ റെഡിയാണ്. ഏത് രീതിയിലാണ് നമ്മളങ്ങോട്ട് തീരുമാനിച്ചാൽ മതി, നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭഗവാന്റെ സുഭുജ എന്ന് പറയാൻ കാരണം. ദുർഭുജ അല്ല, സുഭുജ. മനസ്സിലായില്ലേ? ഓക്കെ. അടുത്ത നാമം ദുർധര. ദുർധര എന്ന് വെച്ചാൽ ഈ ഭഗവാൻ താങ്ങുന്നത് ആർക്കും താങ്ങാൻ സാധിക്കില്ല എന്നർത്ഥം. അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് ക്ലേശത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ അത് താങ്ങുന്നത്. അത്ര ക്ലേശകരമായ കാര്യമാണ് ഭഗവാൻ താങ്ങി നിൽക്കുന്നത്. സാധാരണക്കാർക്ക് പറ്റില്ല. ധരിക്കാൻ വിഷമമുള്ളത് ദുർധര. ധരിക്കാൻ മീൻസ് ബെയർ ചെയ്യുക, ടു ബെയർ, താങ്ങി നിൽക്കുക എന്ന് പറയാം. അപ്പോൾ താങ്ങി നിൽക്കാൻ വിഷമമുള്ളത്, അറിയാൻ ദുർഘടമുള്ളത്, ഇതൊക്കെയാണ് ദുർധര എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പം നമ്മളീ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ പരസഹായമില്ലാതെ സ്വമഹിമയാൽ തന്നെയാണല്ലോ സംഭരിച്ചു പോരുന്നത്, പിന്നെ പരിപാലിച്ചു പോരുന്നത്, താങ്ങി നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ എക്സിസ്റ്റൻസ് ഭഗവാനല്ലേ. ഒരു ഫോറിൻ എയ്ഡും ഇല്ലല്ലോ ഇതിന്. സ്വന്തം മഹിമ കൊണ്ട് എല്ലാത്തിനെയും താങ്ങി നിൽക്കുന്നത് ഈ പ്രകൃതി, ഈ മരങ്ങൾ, ഈ സസ്യജാതികൾ, പക്ഷിമൃഗാദികൾ, മനുഷ്യന്മാർ, കാണുന്ന പ്രകൃതിയിലെ എല്ലാ സൃഷ്ടികളും, ഇതിനെല്ലാം പരിപാലിച്ചു പോരുന്നതും അതിനെയൊക്കെ താങ്ങി നിർത്തുന്നതും ഏത് ഫോറിൻ എയ്ഡാ? അദ്ദേഹത്തിൻ്റെ സ്വയം മഹിമ, സെൽഫ് എഫൾജൻ്റ് മഹിമ, സെൽഫ് എഫൾജൻ്റ് ഗ്ലോറി, സെൽഫ് എഫൾജൻ്റ് വിഭൂതി, തന്നെത്താൻ സ്വയം ഉള്ളിലിരിക്കുന്ന വിഭൂതിയും ശക്തിയും സാമർഥ്യവും കാരണമാണ് താങ്ങുന്നത്. ഒരു ഫോറിൻ എയ്ഡും ഇല്ല അതിൽ. അപ്പോൾ ഭഗവാൻ താങ്ങുന്ന ഈ ഭാരം വേറെ ആർക്കും താങ്ങാൻ പറ്റില്ല എന്നർത്ഥം. ദുർധര. നായമാത്മാ ബലഹീനോ ന ലഭ്യ. ബലഹീനന്മാർക്ക് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഭഗവാനെ കണ്ടുപിടിക്കാൻ ബലഹീനന്മാർക്ക് പറ്റില്ല, നല്ല ബലം വേണം. അതാണ് ദുർധര എന്നുള്ള വാക്കിന് വേറൊരർത്ഥം ഉപനിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. നായമാത്മാ ബലഹീനേന ലഭ്യ. ഭഗവാനെ അങ്ങനെ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കിട്ടാൻ പാടാണ്. ബലം വേണം അതിന്, ധീരനാവണം. കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത്.
അപ്പോൾ സ്പിരിച്വാലിറ്റിയിലെ കറേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ധൈര്യമില്ലാത്തവർക്ക് സ്പിരിച്വാലിറ്റി പറ്റിയ കച്ചവടമല്ല. നല്ല ധൈര്യം വേണം, വിശ്വാസം വേണം, ഫെയ്ത്ത് വേണം, കോൺഫിഡൻസ് വേണം, കറേജ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഈ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഇതൊക്കെയാണ് ആവശ്യം. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഈ ഓരോരോ യോഗത്തിലും ഭക്തിയോഗ ആയാലും ശരി, കർമ്മയോഗ ആയാലും ശരി, ധ്യാനയോഗ ആയാലും ശരി, ആദ്യം പറയുന്ന എക്സസൈസുകളൊക്കെ ഇതിനാണ്. ഒക്കെ പ്രിലിമിനറി എക്സസൈസൊക്കെ നമ്മളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നമ്മളുടെ ഫെയ്ത്ത് ബിൽഡ് ചെയ്യാനും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ശരിക്കുള്ള സാക്ഷാത്കാരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അത് അത്യാവശ്യമാണ്. കാരണം ബലമില്ലാത്തവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തണമെങ്കിൽ ബലം വേണം, കറേജ് വേണം, ശക്തി വേണം. എന്തിന് കറേജ്? അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ എതിർത്ത് നിൽക്കാനുള്ള കറേജ്. അല്ലാണ്ട് ബലം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് എന്താ പറയുക, മസിൽസിൻ്റെ ബലമല്ല. മാനസിക ബലം വേണം, ശാരീരിക ബലമല്ല. സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ, സ്ട്രെങ്ത് ഓഫ് മൈൻഡ് ആണ് ബലം എന്ന് പറയുന്നത്. നല്ല വിശ്വാസം പറഞ്ഞു, ഇത് എനിക്ക് എൻ്റെ കയ്യിലുള്ള ബലമൊക്കെ എന്താ? ദിഗ്ബലം, ക്ഷത്രിയ ബലം. ഇതൊക്കെ ക്ഷത്രിയന്മാരുടെ ബലമല്ലേ? ആ രാജ്യം പിടിക്കുക, ഈ രാജ്യം പിടിക്കുക, മസിൽ പവർ. ഇതല്ല പവർ, ഇതല്ല ബലം. ബ്രഹ്മതേജോ ബലം. ബലം ബ്രഹ്മ തേജസ്സാണ് ബലം. വസിഷ്ഠനെ കണ്ടില്ലേ? അതാണ് ബലം. ദാറ്റ് ഈസ് റിയൽ പവർ, ദാറ്റ് ഈസ് റിയൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടല്ലേ തപസ്സിന് പോവുക. അപ്പോൾ അതാണ് ന്യായമാത്മാ ബലഹീനേന ലഭ്യ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഭഗവാനെ പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയണമെങ്കിൽ വളരെയധികം ക്ലേശങ്ങൾ സഹിക്കണം. വളരെ കാലത്ത് അതികഠിനമായ തപസ്സിനാലാണ് യോഗികൾക്ക് സമാധി സമയത്ത് ഭഗവാന്റെ ഭഗവാനെ മനസ്സിൽ സ്വല്പനേരം പിടിച്ചു നിർത്താൻ പറ്റുന്നത്. ദുർഘടകരമായ പദ്ധതിയാണത്. ദുർധര എന്ന് പറയാൻ കാരണം അതാണ്. എളുപ്പമല്ല. ലളിതാ സഹസ്രനാമത്തിലും ഇതേ നാമം തന്നെ വരുന്നുണ്ട്, ദുർധര എന്നുള്ള നാമം. ദുരാരാധ്യ ദുരാധക്ഷ ദുരാദർശ. ദുരാദർശ എന്നുള്ള വാക്കാണ് വരുന്നത്. ദുർധരയ്ക്ക് പകരം ദുരാദർശ, അർത്ഥം തന്നെ. ദുരാരാധ്യ ദുരാദർശ പാടലീ കുസുമപ്രിയ ആണ് ദുർധര. ദുർഘടമായിട്ടുള്ള പണി ധരിക്കുന്നവൻ. ഭഗവാൻ ധരിക്കുന്നത്, ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റവർക്ക് ദുർഘടമായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ദുർധരമായിട്ടുള്ള കാര്യങ്ങളാലും ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ളത് ദുർഘടമായിട്ടുള്ള കാര്യമാണ്. വാക്കിംഗ് ഓൺ ദ റേസർസ് എഡ്ജ്. അപ്പോൾ എന്താ നമുക്ക് വേണ്ടതിന്? അപ്പാടെ ഭഗവാന്റെ കൃപ. ഭഗവാന്റെ കൃപ എങ്ങനെയാണ് കിട്ടുക? ഭക്തി. ഭക്തി എങ്ങനെയാണ് കിട്ടുക? വിശ്വാസം, കോൺഫിഡൻസ്. എന്ത് വിശ്വാസം? ഈശ്വര വിശ്വാസമല്ല, ഈശ്വരനിൽ വിശ്വാസം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കാതെ. ഒന്നും കൊണ്ടും പേടിക്കണ്ട, എനിക്കൊന്നും വരില്ല എന്നുള്ളൊരു ഉറപ്പ്. ദാറ്റ്സ് ഓൾ. ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. അതാണ് കളിയുടെ കളറ് മാറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതാണ് ദുർധര. അടുത്ത നാമം വാഗ്മി. പ്രശസ്തമായ വാക്കുകളുള്ളവൻ. ശ്രുതിസാഗര എന്നുള്ള നാമം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ? അപ്പോൾ ശ്രുതിസാഗരമായിട്ടിരിക്കുന്ന മഹാവിഷ്ണുവിന് വാക്കുകൾക്ക് പോരായ്മ എങ്ങനെയാണ് ഉണ്ടാവുക? ശ്രുതി എന്ന് പറഞ്ഞത് വാക്കാണ്, വേദമാണ്, വാക്കുകളാണ്, ശ്രുതിയാണ് അല്ലേ? ശ്രുതി ഈസ് ഫുൾ ഓഫ് വേർഡ്സ്. വാക്കുകൾ കേട്ട് പഠിക്കണ്ട. അപ്പോൾ ശ്രുതിസാഗരമായിട്ടുള്ള ഭഗവാന് വാക്കുകൾക്ക് എവിടെ പഞ്ഞം? ബ്രഹ്മാവിന് ആയുസിന് പഞ്ഞുണ്ടോ ചോദിച്ച പോലെ ഭഗവാന് വാക്കുകൾക്ക് എന്താ പഞ്ഞം? കാരണം എന്താ? അദ്ദേഹം ശ്രുതി സാഗരനാണ്. ദിവ്യമായിട്ടുള്ള വാക്കുകളാണ് ഭഗവാന്റെ നാവുമെന്ന് വരിക. സൗമ്യമാകേണ്ട സമയത്ത് സൗമ്യമായിട്ട് പറയും, അധിക്ഷേപിക്കേണ്ട സമയത്ത് അധിക്ഷേപിച്ച് പറയും. ഒരു ബുദ്ധിമുട്ടുമില്ല ഭഗവാന്. അത് വാഗ്മികൾക്ക് അത് സാധിക്കുള്ളൂ.
വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ട വാക്കുകൾ വരും. അധിക്ഷേപിക്കാനാണെങ്കിലും ശരി, സാന്ത്വനപ്പെടുത്താനാണെങ്കിലും ശരി, താന്ന് കേന്ന് അപേക്ഷിക്കാനാണെങ്കിലും ശരി, ധിക്കരിച്ച് പറയാനാണെങ്കിലും ശരി, ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കാനാണെങ്കിലും ശരി, റിപ്പാർട്ടി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതൊക്കെ ഭഗവാന്റെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ്റെ മഹിമ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മഹിമ, വാക്കുകളുടെ മഹിമ നമ്മൾ മാക്സിമം അദ്ദേഹത്തിൽ കാണുന്നത് എപ്പോഴാണ് അറിയോ? ആ ഒരു സന്ദർഭത്തിൽ കാണുന്ന അത്ര വാക്ചാതുര്യം ഭഗവാൻ എവിടെയും പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ല. ഭഗവത്ദൂതിന് പോണ സമയത്ത് കവികളുടെ ഭാവനയായിരിക്കാം. ഒരു ദുശാസനാഥം എന്ന് പറഞ്ഞൊരു കഥകളി ആട്ടക്കഥയുണ്ട്, അതിൽ കുറച്ച് ഭാഗമുണ്ട്, അത് നമുക്കത് നോക്കാം. അതുപോലെ തന്നെ ഭഗവത്ദൂത പറഞ്ഞൊരു നാടകമുണ്ട് നെടുവത്തച്ഛൻ നമ്പൂരിയുടെ. അതിലും ചില ഭഗവാനെ കൊണ്ട് പറയിപ്പിക്കുന്ന ചില ശ്ലോകങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കവിഭാവനയായിരിക്കാം, എന്നാലും അത് കൃഷ്ണൻ്റെ വാക്കുകളാണ്. എന്തൊരു ചാതുര്യമായിട്ടുള്ള വാക്കുകളാണ്. ദൂതിന് പോവുമല്ലോ ഭഗവാൻ, നമുക്ക് ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. തലേ ദിവസം രാത്രി അവിടെ എത്തും. അപ്പോഴാണല്ലോ ദുര്യോധൻ്റെ ഡിന്നറൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിതിരയുടെ കഞ്ഞി കുടിക്കാൻ പോകാന്നിട്ട് അങ്ങോട്ട്, അതൊക്കെ ഞാൻ പറഞ്ഞതാണ് കഥ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കഥ. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒഫീഷ്യൽ ദൂതിന് ചെല്ലുകയാണ്, റിക്കൺസിലിയേഷൻ. ദൂതനായിട്ട് പോവാണ്, അംബാസഡറായിട്ട് പോവാണ്. പാണ്ഡവന്മാരുടെ അംബാസഡറായിട്ടാണ് കൃഷ്ണൻ പോണത്. യുദ്ധം വേണ്ട, പീസ് ടോക്സ്. ആ ഭഗവാൻ എണീറ്റ് നിന്നിട്ട് ദുര്യോധനോടും ധൃതരാഷ്ട്രരോടും കൂടി പറയുന്ന ചില വാക്കുകളുണ്ട്, വളരെ ശ്രദ്ധേയമായിട്ടുള്ള വാക്കുകളാണ്. കഥകളിയിൽ അത് ആടി തമർത്തും. ആയ് കൃഷ്ണൻ അത് വേറെ ആരും കളിച്ചാൽ ശരിയാവില്ല. കാവുങ്കൽ ശങ്കരപ്പണിക്കരനെ കളിക്കണത് ആ കൃഷ്ണൻ്റെ വേഷം. ആയ് അതിലെ സാഹിത്യം നോക്കൂ, വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക, വിഷയമൊക്കെ നിങ്ങൾക്കറിയാം. ഭൂതിവത്സല ഭൂരിഭൂതിത ഭൂപവീര മഹാമതേ പാതിരാജ്യമതെന്നു നീ നൃപ പാണ്ഡവർക്കു കൊടുക്കണേ. ഫസ്റ്റ് റിക്വസ്റ്റ് അതാണ്, തല്ലുടാനൊന്നും പോയില്ല. ഭൂതിവത്സല ഭൂരിഭൂതിത ഭൂപവീര മഹാമതേ, എന്തൊരു അഡ്ജക്റ്റീവ്സാണ് നോക്കൂ. ലോകം മുഴുവൻ വാത്സല്യത്തോടു കൂടി പ്രസിദ്ധി ആർജിച്ച മോസ്റ്റ് റോയൽ കിങ്ഡം ഇൻ ദിസ് വേൾഡ്. ഭൂതിവത്സല ഭൂരിഭൂതിത, പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. ഭൂപവീര മഹാമതേ, ഓ മൈ മെജസ്റ്റി. ആരാ താണുകയാണ് പറയണ ഭഗവാൻ? ആരോടാ പറയണ? ദുര്യോധനോടും എൻ്റെ അച്ഛനോടും. ഭൂതിവത്സല ഭൂരിഭൂതിത ഭൂപവീര മഹാമതേ. വേറെ വാക്കുകളില്ലേണ്ട കൃഷ്ണൻ ഉപയോഗിക്കാൻ. ഇപ്പോൾ ഇത് രാജ്യം കൊണ്ട് കൊടുക്കട്ടോ, അങ്ങനെയല്ല തുടങ്ങിയത്. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒക്കെ സാമദാന ഭേദദണ്ഡം, ആ രീതിയിലാണ് പോകാൻ പോയിട്ടുള്ളത്. പാതിരാജ്യമതിന്നു നീ നൃപ പാണ്ഡവർക്കു കൊടുക്കണേ. പിന്നെ കഥകളുണ്ട്, അതായത് പറ്റില്ല എന്ന് പറയും, അപ്പോൾ 5 ദേശം കൊടുക്കാൻ പറയും. ഞാൻ ചുരുക്കി പറയണം കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ടിരുന്ന ഇന്ന് നാളെയൊക്കെ ഇരിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ വളരെ കട്ട് ചെയ്ത് സെൻസർ ചെയ്തിട്ടാണ് പറയണം, എഡിറ്റ് ചെയ്തിട്ടാണ് പറയണം. 5 ദേശം കൊടുക്കാൻ പറയും, പറ്റില്ല പറയും. 1 ദേശം 5 ആൾക്കും കൂടി കൊടുക്കാൻ പറയും, കൊടുക്കില്ല പറയും. 5 ഗ്രഹങ്ങൾ കൊടുക്കാൻ പറയും, കൊടുക്കില്ല പറയും. 1 ഗ്രഹം കൊടുക്കാൻ പറയും. ഇങ്ങനെ ചുരുക്കി കൊണ്ടിരുമ്പോൾ ദുര്യോധന ദേഷ്യം വരും. തന്നോടല്ല ഞാൻ പറഞ്ഞേ പറ്റില്ലെന്ന്. സൂചി കുത്തുവതിന്നുമെന്നവകാശമി ധരണീതലേ വാശിയോടു വസിച്ചിടുന്നൊരു പാണ്ഡവർക്കു കൊടുത്തിടാ. കൃഷ്ണ അധികമൊന്നും പറയണ്ട. സൂചി കുത്താനുള്ള സ്ഥലം കിട്ടില്ല അവർക്ക്. എന്നിട്ട് വേണ്ട ഒരു വീട്, കിട്ടില്ല അവർക്ക്. എന്താ കാരണം അറിയോ? കൃഷ്ണനത് അറിയണ്ടാവില്ല. പാണ്ഡുനന്ദനരല്ല വൈരികൾ അന്യജാതരതല്ലയോ ഖണ്ഡിതം ക്ഷിതിമണ്ഡലം വധ പാണ്ഡവർക്കു കൊടുത്തിടാ.
അവർക്ക് അർഹതയില്ല കൃഷ്ണന്. ദേ ഹാവ് നോ ലീഗൽ, അവർ ലീഗൽ ഹെയർ അല്ല ഈ രാജ്യത്തിൻ്റെ. നിയമം ലോ പോയിന്റ് എടുത്തിടണം അവൻ. ആര്? ദുര്യോധനൻ. എന്താ അവൻ്റെ ലോ പോയിന്റ്? പാണ്ഡവന്മാർക്ക് ഈ രാജ്യത്തിന് അർഹതയില്ല. ദേ ഹാവ് നോ റൈറ്റ്, ദേ ഹാവ് നോ ടൈറ്റിൽ ഡീഡ്. കാരണം എന്താ? പാണ്ഡുനന്ദനരല്ല വൈരികൾ. ഈ എൻ്റെ വൈരികളായിട്ടുള്ള പാണ്ഡവന്മാരുണ്ടല്ലോ, പാണ്ഡുനന്ദനന്മാർ, അവരാരും പാണ്ഡുവിൻ്റെ പുത്രന്മാരല്ല. പാണ്ഡുവിൻ്റെ പുത്രത്തിനല്ലേ രാജ്യത്തിന് അവകാശമുള്ളൂ. ഇവരൊരാൾ ധർമ്മപുത്രരാണ്, ഒരാൾ വായു എന്നുണ്ടായതാണ്, വായുവാണ് അച്ഛൻ. ഒരാൾ ഇന്ദ്രനാണ്, അശ്വിനി ദേവതകളാണ്, അല്ലേ? ഇവരാരും പാണ്ഡുവിൻ്റെ മക്കളല്ല, പാണ്ഡുനന്ദനരല്ല വൈരികൾ അന്യജാതരതല്ലയോ. ഖണ്ഡിതം ക്ഷിതിമണ്ഡലംബത പാണ്ഡവർക്കു കൊടുക്കണേ. അതുകൊണ്ട് അവരെന്തിനാ ഇവിടെ വരുന്നത്? അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് യുദ്ധം വെട്ടിക്കോട്ടെ ഇവർ. അച്ഛൻ്റെ പ്രോപ്പർട്ടി അല്ലേ അവർക്ക് ആവശ്യം. അച്ഛൻ്റെ നാട്ടിൽ പോയി വാണിടാം ആത്മജർക്ക് അച്ഛനും വേണ്ടാത്വൻ ധർമ്മപുത്രൻ. കാട്ടിൽ ജനിച്ചവർ കാട്ടിൽ വളർന്നവർ കാട്ടിൽ മരിക്കുകയിൽ ആർക്കൂ ഛേദം. ധർമ്മപുത്രൻ അങ്ങോട്ട് പൊക്കൂടെ, അച്ഛൻ്റെ അടുത്തേക്ക് പൊക്കൂടെ. അച്ഛനെ വേണ്ടവനെ, അവൻ ചാവണമില്ല എന്നർത്ഥം. അച്ഛൻ ധർമ്മപുത്രരല്ലേ, യമൻ്റെ മകനല്ലേ. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റണമെങ്കിൽ അച്ഛൻ്റെ കൺസെൻറ്റ് വേണ്ടേ. അപ്പോൾ അച്ഛനും വരെ കൊണ്ടുപോകാൻ പറ്റില്ല, താല്പര്യമില്ല, ഇപ്പം ചാവണമില്ല എന്നർത്ഥം. വ്യംഗ്യം അങ്ങനെയാണ്. ഇത് ഉള്ളൂരിൻ്റെയാണ്. അച്ഛൻ്റെ നാട്ടിൽ പോയി വാണിടാം ആത്മജർ അച്ഛനും വേണ്ടാത്വൻ ധർമ്മപുത്രൻ പറയണം. അപ്പം നമ്മൾ ദുര്യോധൻ പറഞ്ഞതിൻ്റെ ഇതിന് മറുപടി ഭഗവാൻ കൊടുക്കുന്നത് കേൾക്കേണ്ടത് നമുക്ക്. പാണ്ഡുനന്ദനരല്ല, പാണ്ഡവന്മാരുടെ പുത്രന്മാരല്ല, അതൊരു ലോ പോയിൻ്റാണ്. എല്ലാവരും വിചാരിച്ചു ഇത് ശരിയല്ലേ, നമ്മളാരും കണ്ടുപിടിക്കാത്തൊരു പോയിൻ്റാണല്ലോ. അപ്പം അത് ശരിയല്ലേ? ഒരു അച്ഛൻ്റെ പ്രോപ്പർട്ടിക്കല്ലേ അവകാശമുള്ളൂ. അവർക്ക് മരുമക്കത്തായില്ലല്ലോ, അച്ഛൻ്റെ പ്രോപ്പർട്ടി അല്ലേ അവർ നോക്കുക. അപ്പോൾ അങ്ങടല്ലേ പോണ്ട്. എന്തിനാ ഈ പാണ്ഡുവിൻ്റെ രാജ്യത്തിന് വന്ന് അധികാരം പറയാൻ നിൽക്കണം? ദുര്യോധനൻ അങ്ങനെ തുടയുമില്ല കട്ടിച്ചങ്ങനെ ഇരിക്കുകയാണ്, സുഖമായി. എന്തോ വലിയൊരു പോയിന്റ് സബ്മിറ്റ് ചെയ്തെന്ന് ചോദിച്ചിട്ടിരിക്കുകയാണ്. അതിന് ഭഗവാന്റെ ചിരിച്ചിട്ടുള്ളൊരു മറുപടി ഉണ്ട്. ചിത്രമത്ര വിചിത്ര വീരജനല്ല നിന്നുടതാതനും. ദുര്യോധന, വളരെ ചിത്രമായിരിക്കേണ്ട എൻ്റെ ആർഗ്യുമെൻ്റ് കേട്ടോ. എന്താ അറിയോ? വിചിത്രവീര്യൻ എന്ന് പറഞ്ഞൊരു മുത്തശ്ശൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, ധൃതരാഷ്ട്രരുടെ അച്ഛൻ. ആ വിചിത്രവീര്യൻ്റെ മക്കളല്ല പാണ്ഡുവും വിതുരരും പാണ്ഡുവും വിതുരരും ധൃതരാഷ്ട്രരും. അച്ഛൻ, അമ്മയ്ക്ക് വൈധവ്യം വന്ന അച്ഛൻ മരിച്ചുപോയി നേരത്തെ. അപ്പോൾ അച്ഛൻ വിചിത്രവീര്യൻ അസുഖം വന്ന് മരിച്ചു പോയപ്പോൾ വംശം മുടിയും എന്നുള്ള പേടി കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇട്ടിട്ടാണ് വ്യാസൻ്റെ ഒക്കെ കുട്ടികൾ, വ്യാസനോട് പറഞ്ഞിട്ട് വ്യാസൻ്റെ കുട്ടികളാണ് ഇവർ, വിതുരരും ധൃതരാഷ്ട്രം പാണ്ഡുവും. അപ്പം അങ്ങനെ വരുമ്പോൾ വിചിത്രവീര്യൻ്റെയാണ് ഈ രാജ്യം. അങ്ങനെ വരുമ്പോൾ വിചിത്രവീര്യൻ്റെ രാജ്യം വിചിത്രവീര്യൻ്റെ മകനല്ലാത്ത ധൃതരാഷ്ട്രൻ എങ്ങനെ കിട്ടി? ഇയാൾ പറഞ്ഞു പാണ്ഡവന്മാരുടെ അച്ഛൻ അധികാരില്ലാന്ന്, ഇവൻ പറഞ്ഞു ധൃതരാഷ്ട്ര അച്ഛനെന്നെ അധികാരില്ലാന്ന്, ധൃതരാഷ്ട്രൻ അധികാരം, എൻ്റെ അച്ഛനെന്നെ അധികാരില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനൊരു മറി പോയിൻ്റായോ? മനസ്സിലായി? ചിത്രമത്ര വിചിത്ര വീരജനല്ല നിന്നുടതാതനം. അതുകൊണ്ട് തത്ര നീ, ഇവിടെയാണ് മണ്ടയ്ക്കൊരു വോട്ട് കൊടുക്കേണ്ടത്. തത്ര നീ വിധവാത്മജനുട പുത്രനെന്നു ധരിക്ക നീ. തത്ര നീ വിധവാത്മജൻ്റെ പുത്രനാണ് നീ, ഒരു വിധവയുടെ മകൻ്റെ പുത്രനാണ് നീ. മീൻസ് ഇൻ അതർ വേർഡ്സ് കോളിംഗ് ദാറ്റ് യുവർ ഫാദർ ഈസ് എ ബാസ്റ്റഡ് ആൻഡ് യുവർ സൺ ഓഫ് എ ബാസ്റ്റഡ്. ബസ്. അപ്പോൾ ഭൂരിവത്സല ഭൂരിഭൂരിത എന്നുള്ള വാക്കുന്ന എങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നു കൊണ്ടു. അത് കഴിഞ്ഞപ്പോഴല്ലേ കെട്ടിടാൻ ആജ്ഞ കൊടുത്തത്. ഇത് പറഞ്ഞപ്പോൾ ദുര്യോധനന് സഹിച്ചില്ല, കെട്ടാൻ പറഞ്ഞു. അപ്പോഴും ഭഗവാന് വോട്ട് കൊടുത്തു. അന്ധനന്ദന നന്നു നമ്മുടെ ബന്ധനത്തിനു താമസം. അന്ധനന്ദന, എടാ പൊട്ടക്കണ്ണൻ്റെ മകൻ,
ബ്ലൈൻഡ് മാൻസ് ചൈൽഡ്. നിനക്ക് എന്നെ കെട്ടിടണല്ലേ, കെട്ടിട. പാണ്ഡവ ബന്ധു ഞാനും അതോർക്ക നീ. പാണ്ഡവന്മാരുടെ ബന്ധുവായിട്ട് തന്നെ ഞാൻ വന്നിരിക്കണ്ടോ, തന്നെ കെട്ടിട. അപ്പോൾ നോക്കൂ, ആ വാക്കിൻ്റെ ചാതുര്യം നോക്കൂ, എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടാം, മോഡുലേറ്റ് ചെയ്യാം. ഇതൊക്കെ ആർക്കാ പറ്റുക? അതുകൊണ്ടാണ് വാഗ്മി എന്ന് വരാൻ കാരണം. അതുപോലെ തന്നെ ആ യുദ്ധം തുടങ്ങുന്നതിൻ്റെ അറ്റ്ലീസ്റ്റ് തലേ ദിവസം നാലെങ്കിലും ധൃതരാഷ്ട്രക്കാരെന്ന് ഈ യുദ്ധം ഒന്ന് നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം കുട്ടികളൊക്കെ ചാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പാണ്ഡവന്മാരുടെ പ്രഹരേറ്റിട്ടേ നീ എങ്ങനെയെങ്കിലും ചെറിയൊരു വഴി ദൂതം പാളിപ്പോയി. അപ്പോൾ യുദ്ധത്തിൻ്റെ തലേ ദിവസം സഞ്ജയനെ വിളിച്ചിട്ട് ധൃതരാഷ്ട്ര പറയും, അതെ സഞ്ജയ, അവിടെ ഒരു സ്വകാര്യ ഒരു കാര്യം പറയേണ്ടത് എന്നോട്. മന്ത്രിയാണ്, മന്ത്രിയല്ല, മന്ത്രി വിതരനാണ്, പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എന്നോടൊരു കാര്യം എനിക്ക് പറയേണ്ട സഞ്ജയ, ആരും അറിയരുത് ഞാൻ ഈ പറയണ കാര്യം, ഒരു സീക്രട്ട് അസൈൻമെൻറ്റാണ്. നീ ഒന്ന് പാണ്ഡവന്മാരെ എടുത്ത് പോയിട്ട് ധർമ്മപുത്രരെ ഒന്ന് കാണാൻ പോയിട്ടിരുന്നു. ഇപ്പോൾ തന്നെ പോകണം, രാത്രി പോകണം. എന്താ മെസ്സേജ്? എൻ്റെ ഒരു മെസ്സേജ് ഉണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. ആ മെസ്സേജ് എന്താ അറിയോ? ധർമ്മപുത്രരെ, നീ ഏറ്റവും വലിയ നീതിമാനാണ്. ധർമ്മം നിൻ്റെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. നീ വളരെ ധർമ്മവാനാണ്. അതുകൊണ്ട് ഇങ്ങനൊരു അധർമ്മമായിട്ടുള്ള യുദ്ധം നമുക്ക് വേണോ? ഒന്ന് നിർത്തിക്കൂടെ? എവിടെയെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് ജീവിച്ചോളൂ, നിങ്ങൾക്ക് സാമർഥ്യം ഉണ്ടല്ലോ, എൻ്റെ മകനെ പോലെ അല്ലല്ലോ നിങ്ങൾ. ഇങ്ങനെയുള്ള തമ്മാടിത്തരങ്ങളൊക്കെ പറഞ്ഞ് ധർമ്മപുത്രരുടെ മനസ്സിൽ വിഷം വിതപ്പിക്കാനുള്ള പരിപാടികൾ പറയാനായിട്ട് സഞ്ജയനെ അയക്കും. സഞ്ജയൻ പാണ്ഡവന്മാരുടെ സങ്കേതത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നേരെ ഭഗവാൻ കാലും കയറ്റി വെച്ച് ഇങ്ങനെ ഈസി ചെയറിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാനുടെ മുമ്പിലേക്കാണ് സഞ്ജയൻ ചേർന്ന് ചെല്ലുന്നത്. അപ്പോൾ ഭഗവാൻ സഞ്ജയൻ്റെ വരവ് കണ്ടപ്പോൾ മനസ്സിലായി ഇതെന്തോ കുണ്ടാമുണ്ടി ഉണ്ടാക്കാനാണ്. കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ ധൃതരാഷ്ട്രോട് മെസ്സേജ് ഉണ്ട്, അത് കൊടുക്കാനാന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ആ സമയത്ത് അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. ആ സമയത്ത് 2 ശ്ലോകം ഭഗവാൻ സഞ്ജയനോട് പറയുന്നുണ്ട്. നീ ഏതായാലും ഇപ്പോൾ ഇങ്ങോട്ട് ധർമ്മപുത്രരോട് പറയാനല്ല വന്നിരിക്കണേ. ഉണ്ട് ധർമ്മപുത്രൻ എന്താ പറഞ്ഞാൽ പറഞ്ഞു. അത് കൂടാണ്ട് ഞാനും കൂടി ഈ പറഞ്ഞു എന്ന് ചെന്ന തന്തപ്പട്ടിയോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ എന്ന് ധൃതരാഷ്ട്രോട്. എന്താ ഭഗവാൻ പറഞ്ഞത്? ഭഗവാന്റെ ആ ഭാഷയുടെ പൗരുഷം നോക്കുക. അതാണ് വാഗ്മി എന്ന് പറയാൻ കാരണം. ലാക്ഷാനിർമ്മിത മന്ദിരത്തിൽ അവരെ കൊണ്ടിട്ടു തീവച്ചതും വൃക്ഷത്വം കലരുന്ന ഭീമനു വിഷച്ചോറൂട്ടി എന്നുള്ളതും അക്ഷത്തിൽ ചതി ചെയ്തുകൊണ്ടകിലവും തട്ടിപ്പറിപ്പിച്ചതും സൂക്ഷ്മത്തോളം എനിക്ക് നല്ലൊരറിവുണ്ടെന്നും പറഞ്ഞിടണം. പാണ്ഡവന്മാരെ നിങ്ങൾ ചൂതിൽ ചതിച്ചില്ലേ? അരക്കില്ലത്തിൽ കൊണ്ടിട്ട് കൊല്ലാൻ നോക്കില്ലേ? ഭീമന് വിഷം കൊടുത്തില്ലേ? ഇതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നൊന്ന് പറയണേ. ഇതൊക്കെ ധർമ്മ മറന്നിട്ടില്ല എന്ന് പറയണം. മാത്രമല്ല ഒരു കാര്യം കൂടി പറയണം. മാന്യന്മാർ പലരും നിറഞ്ഞ സഭയിൽ ദുർബുദ്ധി ദുശാസനം ചെന്ന ദ്രൗപദി തൻ്റെ ചിഗുരം ചുറ്റിപ്പിടിച്ചങ്ങിനെ നിന്നീടാതെ വലിച്ചഴിച്ചതിരിക്കട്ടെ മഹാകഷ്ടമ തന്വങ്കീ മണി തന്നെ പുടവതൻ കൈകൊണ്ടഴിച്ചില്ലയോ. അന്നുണ്ടായ കാര്യം മറന്നോ? ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നില്ല ഞങ്ങളെല്ലാവരും കൂടി ആയ സഭയിലേക്ക്? അത് മറന്നിട്ടില്ല എന്ന് പറയും. മാനം ചേർന്ന് സുയോധനൻ നിർവൃതിയായി വാണിയിടുക എന്നുള്ളതും ഊനം ചെറ്റുഭവിച്ചു പാണ്ഡവർ വനം തന്നിൽ കിടക്കുന്നതും ഞാൻ ഈ വണ്ണം ഇരുന്നിടുന്ന സമയിൽ പറ്റാൻ പ്രയാസപ്പെടും നൂനം വിട്ടു പറഞ്ഞുകൊള്ളുക കുരുടക്ഷ്മാവാലനോട് ഈ വിധം. ആ കുരുടക്ഷ്മാവലകനില്ലേ, ആ ബ്ലൈൻഡ് കിങ്, കണ്ണുപൊട്ടൻ, അവനോട് ഇന്ന് പറയും. പറ്റില്ല, ദുര്യോധനന് സീറ്റിലിരുന്ന് ഞെളിയാൻ പറ്റില്ല, ഞാനുള്ളിടത്തോളം കാലം പോയി പറയും. എന്താ വാക്കിലെ പൗരുഷം! അതാ മാനം ചേർന്ന് മാന്യന്മാർ പലരും നിറഞ്ഞ സഭയിൽ ദുർബുദ്ധി ദുശാസനൻ. ദുശാസൻ്റെ ദുർബുദ്ധിയിലേത്? ആരുടെ വസ്ത്രം അവൻ അഴിക്കണത്? സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യ, അമ്മയായിട്ട് കാണേണ്ടവളാണ്. ഉള്ളൂരോടെ പറയും
മാനത്തെ ഭഞ്ജിപ്പാൻ ഈ മർത്യരക്ഷസിനാണെന്നും പെണ്ണെന്നും ഭേദമില്ല. ദുശാസനെ മാനം കളയാൻ അവൻ ആരായാലും കുഴപ്പമില്ല. രക്ഷസാണ് അവൻ, ഒരു രക്ഷസാണ് അവൻ. അത് ഭഞ്ജിക്കാൻ അവൻ പെണ്ണൊന്നും ഭേദമില്ല. മാനത്തെ ഭഞ്ജിപ്പാൻ ഈ മർത്യരക്ഷസിനാണെന്നും പെണ്ണെന്നും ഭേദമില്ല. എന്നിട്ട് കവി ചോദിക്കുകയാണ് ഭഗവാനെ, കയ്യും കൂപ്പിയിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, ഭ്രാന്തനി പാപി പോയി എന്നഴിച്ചിടുന്നു ഗാന്ധാരി അമ്മ തന്നമ്പരവും. എന്നാണ് അവന് പോകാൻ ചെന്നിട്ട് ഗാന്ധാരിയുടെ വസ്ത്രം അഴിക്കാൻ നോക്കണം? അവനൊന്നൊരു പ്രശ്നമല്ലേ? അവനമ്മ പെങ്ങളൊന്നുമില്ല. മാനം കളയാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്ന് പറയണം, അല്ലേ? അപ്പം അസാമാന്യമായ വാഗ്മി എന്ന് വേണം തന്നെ ഭഗവാനെ പറയാം. ഓരോരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് മുത്തുമണികളാണ്. എവിടെയായാലും ആരോടായാലും, രാധോട് സല്ലപിക്കുകയാണെങ്കിലും ശരി, ദൂത് പറയുകയാണെങ്കിലും ശരി, യുദ്ധകാലത്തിൽ അർജുനനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണെങ്കിലും ശരി, കംസനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ പറയുകയാണെങ്കിലും ശരി, എവിടെ ഏവ പറഞ്ഞാലും എല്ലാം ജഗന്മോഹന മോഹനം, അല്ലേ? അതുകൊണ്ട് വാഗ്മി എന്ന് പറയും. ഇദ്ദേഹത്തിന് ജയിക്കാൻ ആർക്കും പറ്റില്ല വാക്ക് പറഞ്ഞിട്ട്. അതല്ലേ നോക്കൂ, ഒരു കംപ്ലീറ്റ്ലി ഡിജക്റ്റഡ് ഡിപ്രസ്ഡ് അർജുന, ഒരു തരത്തിലും അശ്രുപൂർണനായിട്ടുള്ള അർജുനൻ, ഒരു തരത്തിലും ഇങ്ങോട്ട് പിടിച്ചു വലിച്ചാൽ കിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് ഡിപ്രഷൻ്റെ കുണ്ടിലേക്ക് പോയിട്ടുള്ളത്. തീരുമാനിച്ചു യുദ്ധം ചെയ്യില്ല എന്ന്. എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്? ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത? വേർഡ് തെറപ്പി, വാക്കുകളെ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം, വാക്കുകളെ കൊണ്ടുള്ള ചികിത്സ മാത്രം. അപ്പോൾ വാക്കുകൾ ഭഗവാന്റെ സ്വഭാവ വിശേഷമാണ്. ഒരാളെന്നെ മാറ്റി പറിച്ചില്ലേ? ആ ടോട്ടൽ ഡിജക്ഷനിൽ നിന്ന് നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വ, എൻ്റെ മോഹമൊക്കെ പോയി അർജുന, എവരാലും ഭഗവാനെ ഐ ഹവ് റിഗെയിൻഡ് മൈ റിയൽ കോൺഷ്യസ്നെസ്. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വ, മോഹം പോയി, സ്മൃതി കിട്ടുകയും ചെയ്തു, സൽബുദ്ധി വരികയും ചെയ്തു. മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടാണ് കാരണം? വേറെ ഒരു മരുന്ന് കൊടുത്തിട്ടില്ലല്ലോ, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ. യുദ്ധം ഡിക്ലെയർ ചെയ്യാൻ വരട്ടെ, ഇവിടുത്തെ ചീഫ് ആൾക്ക് സുഖമില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, ചെറിയൊരു ഹാർട്ട് പെയിൻ വന്നിട്ടുണ്ട്, ഒന്ന് പോയിട്ട് ഇപ്പോൾ കൊണ്ടുവരാം, പ്ലീസ് വെയിറ്റ് ഫോർ ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞില്ലല്ലോ. ആ രഥത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് തന്നെ വാക്കുകളുടെ പ്രഹരം കൊണ്ട് വേർഡ് തെറാപ്പി. ദ ഹോൾ ഭഗവത്ഗീത ഇസ് വേർഡ് തെറാപ്പി. ഭഗവാന്റെ ചാതുര്യം നോക്കൂ, വാക്കുകൾ, ആ ശക്തി നോക്കൂ വാക്കുകളുടെ. അതിൻ്റെ സ്ട്രോങ് മാനിലേക്ക് അർജുന, അങ്ങനത്തെ ഒരാളുടെയാണ് അസുഖം മാറ്റിയെടുത്തത്. അപ്പോൾ ഭഗവാൻ വാഗ്മി മാത്രമല്ല, ഭഗവാന്റെ പ്രസാദം കിട്ടിയവരും വാഗ്മിയായി മാറുന്നതാണ്. അതുകൊണ്ടാണ് ഗീതാ ധ്യാന ശ്ലോകത്തിൽ പറയാൻ കാരണം, മൂകം കരോതി വാചാലം. മിണ്ടാൻ കഴിവില്ലാത്തവനും കൂടി മിണ്ടും. ഗീതാ മഹാത്മ്യം അത്രയ്ക്കുള്ളതാണെന്ന് പറയും. മൂകം കരോതി വാചാലം. അതുകൊണ്ടാണ് ഭഗവാനെ വാഗ്മി എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. നാളത്തെ നാമം നമുക്ക് നാളെ നോക്കാം. ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവാനേ കൃഷ്ണ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ.